നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. വ്യായാമത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 17ാമതാണ് പോലും. നമ്മൾ കേരളക്കാർ തന്നെ വ്യായാമം ചെയ്യുന്ന മടിയന്മാരല്ലേ. രാത്രി വൈകി ഉറങ്ങും, എന്നിട്ട് രാവിലെ ഒരു 8-9 മണിക്ക് എഴുന്നേൽക്കും. ഇതല്ലേ നമ്മുടെ അവസ്ഥ അല്ലേ. നമ്മൾ വ്യായാമം ചെയ്യണം അല്ലേ. ഒരു 6 മണിക്കങ്ങ് എഴുന്നേറ്റ് നമ്മൾ ഒരു 3/4 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ ശീലിക്കണം അല്ലേ. അതിന് നേരത്തെ ഉറങ്ങണം. ഇങ്ങനെ നമ്മൾ ടി വിയും മൊബൈലും കണ്ടിട്ട് എന്ത് കാര്യമാണല്ലേ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുക എന്നല്ലാതെ വല്ല പ്രയോജനമുണ്ടോ? ഒരു സന്തോഷമൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ അപ്പോഴും ഇതൊക്കെ കണ്ട് നമുക്ക് നഷ്ടമല്ലേ സത്യത്തിലല്ലേ, അമിതമായിട്ട് കാണുന്നത് അല്ലേ. ഒരു 10 മണി വരെയൊക്കെ കണ്ടാൽ മതി. ടി വി ഒക്കെ കണ്ട് ഒരു 10 മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ വലിയൊരു ഭാഗ്യമാണ്. ഇത് മൊബൈലിന്റെ കുഴപ്പമെന്ന് അറിയാം. നമ്മൾ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് സമയം പോലെ അറിയില്ല. എനിക്കും അനുഭവമാണ്. സമയം പോലെ അറിയില്ല. നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ തോണ്ടി നമ്മളെ ആരോഗ്യം നശിക്കുക എന്നല്ലാതെ വൈകിയൊക്കെ ഉറങ്ങി ഇതല്ലേ നമ്മൾ രോഗികളാകുന്നത്. നേരത്തെ എന്നിട്ട് ഹോസ്പിറ്റലിൽ പൈസ കൊണ്ട് കൊടുക്കുക എന്നല്ലാതെ വല്ല പ്രയോജനമുണ്ട് ഇതൊക്കെ കൊണ്ടല്ലേ. അതുകൊണ്ട് നേരത്തെ ഉറങ്ങി അതിന് മുമ്പിട്ട് കാണാമല്ലോ. നമുക്ക് മൊബൈലും കാണാം, ടി വിയും കാണാം അല്ലേ. നമ്മൾ ഈ വൈകി ഉറക്കമൊഴിച്ചെന്തിനാണ് നമ്മൾ ഈ മൊബൈലും ടി വിയൊക്കെ കാണുന്നത് സത്യത്തിലല്ലേ. എന്തൊരു പൊട്ടത്തരാണെന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം അല്ലേ. ഒരു അരമണിക്കൂർ നടന്നാൽ മതി. അരമണിക്കൂർ നടന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണമുണ്ടല്ലേ. ഒരു ബ്രിസ്ക് വോക്കൊക്കെ ആണെങ്കിൽ ആ ഷുഗറൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഉള്ളവർക്ക് കുറഞ്ഞു കിട്ടും, മാറി കിട്ടും. ഇല്ലാത്തവർക്ക് ഉണ്ടാവില്ല അല്ലേ. ശരിയൊക്കെ നല്ല അങ്ങ് നടക്കണം, അങ്ങ് നല്ല ഉന്മേഷത്തോടെ നടന്നാൽ അല്ലേ, ശാന്തമായ മനസ്സോടെ നടന്നാൽ പ്രഷർ കുറയും അല്ലേ. മനസ്സിൻ്റെ അതൊക്കെ കുറഞ്ഞ് നല്ല സ്വസ്ഥമായ മനസ്സോടെ നടന്നാലുണ്ടല്ലോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടണം ഇതൊക്കെ അല്ലേ. നമ്മളെന്ത് ജോലിയും ഇഷ്ടപ്പെട്ടാൽ നമുക്കത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ വ്യായാമത്തെ നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ. ഇഷ്ടപ്പെട്ട് ചെയ്താലുണ്ടല്ലോ, നിങ്ങളിപ്പോൾ 3/4 മണിക്കൂറൊന്നുമല്ല, ചിലപ്പോൾ 2-3 മണിക്കൂർ ചെയ്താൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ തോന്നില്ല. അത്രമാത്രം നമ്മളത് ലഹരിയായിട്ട് മാറും വ്യായാമം. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് വ്യായാമത്തിന്. നമ്മളങ്ങോട്ട് ഇഷ്ടപ്പെടണം അല്ലേ. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മളെ ബോഡിയിൽ സെറോട്ടോണും ഓക്സിറ്റോക്സിനൊക്കെ അങ്ങ് വർദ്ധിക്കും, ഹാപ്പി ഹോർമോൺസ് അല്ലേ. അപ്പോഴും നമ്മളെ ബോഡിയിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും അല്ലേ. അങ്ങനെ ബോഡിക്ക് നല്ല പവർ വരും, മൈൻഡ് പവർ കൂടും. എല്ലാം കൊണ്ട് ഇത്രയും നല്ല ഗുണമുള്ള വ്യായാമത്തെ നമ്മൾ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത് അല്ലേ. നമ്മൾ ഈ ഡോക്ടർമാർക്ക് പൈസ കൊണ്ട് കൊടുക്കുക എന്നല്ലാതെ രോഗിയെ നമ്മളൊന്നിനും കൊള്ളില്ല അല്ലേ. നമ്മൾ എനർജിയൊക്കെ നശിച്ച്. അപ്പം നമ്മളെ പ്രധാനം രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. രോഗത്തെ അടുപ്പിക്കാതെ അകറ്റാൻ നമുക്ക് വ്യായാമം തന്നെ നിർബന്ധമാണ്. ഇതൊക്കെ നമ്മൾ അമിതമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ വ്യായാമമൊന്നുമില്ലാതെ രോഗം വരുന്നിട്ട് എന്താ കാര്യം അല്ലേ. പിന്നെ നമ്മളിങ്ങനെ ആയി അവശനായി ഇങ്ങനെ ഡോക്ടറെടുക്കെ പോയി സ്ഥിരമായിട്ട് കണ്ടു, ടോക്കണെടുത്ത് ഡോക്ടറെ കണ്ടു, വല്ല കാര്യമുണ്ട് ഇതുകൊണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ വ്യായാമം ചെയ്ത് തുടങ്ങുക. അത് ആരോഗ്യ സമയത്ത് വ്യായാമം ചെയ്ത് തുടങ്ങുക അല്ലേ. വ്യായാമം ചെയ്താൽ അതിൻ്റെ ഗുണം അനുഭവിച്ച് തന്നെ അറിയണം. അത് വ്യായാമം ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഗുണം. ഒരു ദിവസം മുഴുവൻ ഉത്സാഹവും ഉന്മേഷവും നീണ്ടെടുക്കാൻ രാവിലത്തെ ഒരു 3/4 മണിക്കൂർ വ്യായാമം മതി. അത് നല്ല ഉല്ലാസത്തോടെ സന്തോഷത്തോടെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ ജീവിതം നല്ല രസകരമായിട്ട് മാറും. എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും, അസുഖങ്ങൾ വരില്ല അല്ലേ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് വ്യായാമത്തെ നമ്മൾ അറിയുക, വ്യായാമം ചെയ്യാൻ ശീലിക്കുക അല്ലേ. ഓക്കെ, താങ്ക് യു.